കുറേ നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. സോ ഒരുപാട് എന്താ പറയുക മടി പിടിച്ചൊരു ഫീലുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നേരത്തെ എൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോയുടെ. ഇപ്പോൾ എന്തോ അങ്ങ് ഇൻട്രസ്റ്റ് കുറഞ്ഞു. പക്ഷേ നമുക്ക് വീണ്ടും ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള തലാലിൽ പോകാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല നോക്കിയെടുക്കണേ. എവിടെ പൊട്ടാത്തി ചീറ്റാത്തി എടുക്കണേ. വീഡിയോ എടുക്ക. ഈ ഇൻസ്റ്റഗ്രാം ഫെയിമിനെ കൊണ്ട് നമുക്ക് അതെ നിർത്തി അപമാനിക്കാൻ പിന്നെ ഇവളെ കഴിഞ്ഞുള്ളൂ. ഇവൾ പിന്നെ എൻ്റെ ചങ്കാട്ടോ, കാരണം എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് ഇവള്. അപ്പോൾ അവൾ തന്നെ എനിക്ക് ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത് തരാമെന്ന് വെച്ചു. ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ എനിക്ക് വീഡിയോസ് ഇടുന്നത്. ഈ വീഡിയോ സെറ്റാക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം ഞങ്ങൾ രണ്ടും ഒന്നിച്ചാണ് റൂമിലാണ് ഇരിക്കുന്നത്. നമ്മൾ ബെഡ് സ്പേസിൽ നിന്നൊക്കെ മാറി പാർട്ടീഷനോട്ട് മാറിയേക്കുന്നതാണ്. സോ അപ്പോൾ എന്തായാലും ആൾ പൊളി വൈബാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് കുറച്ച് തേങ്ങ എടുക്കണമായിരുന്നു. തേങ്ങ എൻ്റെ പൊന്നു മക്കളെ എന്ത് റേറ്റാണെന്നറിയോ? നമ്മൾ നാട്ടിലൊരു 150 രൂപയുടെ മുകളിൽ വരും ഈ ഒരു കുഞ്ഞു ബോക്സിന്. അപ്പോൾ നിവർത്തി കേട്ട് നമ്മൾ എന്തായാലും എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടല്ലോ. അപ്പോൾ നമുക്ക് മീനോ അല്ലെങ്കിൽ ചിക്കനോ മേടിക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ ചോറ് കൊണ്ടുപോകുന്നുണ്ട്. മീൻ ഫ്രഷ് ആണെങ്കിൽ മാത്രം മേടിക്കാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾ ഇന്നലെ പോയത് തന്നെ ഞങ്ങൾ 10:30 അപ്പോൾ ആ ടൈമിൽ മീനൊക്കെ അത്ര ഫ്രഷ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അത്ര ഫ്രഷ് ഒന്നുമില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമ്മളോട് രാവിലെ ഒക്കെ വന്നാൽ നല്ല മീൻ കിട്ടുമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. എന്നാലും കുറച്ചധികം മീനുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഫുൾ നമ്മൾ ചിക്കൻ ഐറ്റംസ് ഇങ്ങനെ തിന്ന് എനിക്കിപ്പം അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചിക്കനോട്. പക്ഷെ എനിക്ക് പച്ചക്കറിയും ഫിഷൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും റേറ്റ് അല്ലേന്ന് അവള്. ചേട്ടാ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി തരണേ. അടി വലുതെടുത്തൂടെ? ഇങ്ങോക്കി ഇതോ ഇതോ അത് 4.50 ഉള്ളൂ. പക്ഷെ അത് റെഡിങ് എഴുതിയതാ. ആണോ? ഇതല്ല, എന്താ പുതിയ ഫ്രഷ് അല്ല. എന്നാ ചെറുത് വാങ്ങിച്ചാൽ മതി. ചെറുത് അത് 5.25 ഉള്ളൂടി. അത് അതെ ലൂസ് ചെറുപയർ അത്ര എന്നിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. നമ്മൾ ഗ്രോസറി ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അടുത്തുള്ള തലാല്. 1-2 തലാൽ അടുത്തുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി പോകാൻ ഇവിടെ കേട്ടോ. അപ്പം ഈ ഒരു സാധനം കുറേ നാളായി എനിക്കൊന്ന് വെച്ച് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഭവം നല്ല രസമുണ്ട്. പെട്ടെന്ന് കണ്ടാൽ വട്ടന്മാരാണെന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഒരു തരംസിലൊക്കെ ഇങ്ങനത്തെ മിഠായിയും ബിസ്ക്കറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു ഞങ്ങൾ. എന്താ പറയുക, ഇനിയിപ്പം കയ്യിലെ ക്യാഷ് തീർന്നു എന്ന് ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ച് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ വിചാരിച്ചതിലും വന്നതിലും കൂടുതൽ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ തപ്പുന്നത് നമുക്ക് പ്രാർത്ഥന വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അവർ രണ്ടുപേരുമായിട്ട് ഇരുന്ന് സംസാരിച്ചോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ 2 ദൈവങ്ങളെയും കൂടെ ഒന്നിച്ചിരുത്താമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങൾ തിരിയും എണ്ണയും അങ്ങനെ സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കേസ്. അപ്പോൾ ഇനി ചെന്നിട്ട് ഒന്നെങ്കിൽ ചോറാക്കണം, കറിയാക്കണം, കിടക്കണം. പിന്നെ ഉണ്ടല്ലോ ഈ ഒരായിട്ട് ഞങ്ങൾ മേടിച്ചത് കേട്ടോ. അതിനെ കാണിക്കാൻ പറഞ്ഞത് ഈ യോഗട്ടാണ്. ഇത് ഞാനിത് കഴിച്ചിട്ടില്ല. പക്ഷെ അവളാണ് ഇതെന്നെ കഴിക്കാൻ ഒരു പ്രചോദനമായത്. പക്ഷേ അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ബ്ലൂബെറിയാണ്. ഇന്നലെ ഞങ്ങൾ മാംഗോ, പിന്നെ വാനില, സ്ട്രോബെറി ഒക്കെ വേറെ ഫ്ലേവർ മേടിച്ചു കേട്ടോ. സംഭവം സെറ്റ് യോഗട്ടാണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
സോ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി മാറി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ്, ഒന്ന് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല, അതുപോലെ ഞാൻ പോയതാട്ടോ. അപ്പോൾ അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. സോ അവളെന്തായാലും കിടന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കുളിച്ചിട്ട് ഞാനും കിടക്കണം. എനിക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും യൂട്യൂബ് ചാനലൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.